പൂപ്പാടം കാണാൻ ഇനി ഗുണ്ടൽപേട്ടിലോ സുന്ദരപാണ്ഡ്യപുരമോ പോകേണ്ട. സൂര്യകാന്തിയും ചെണ്ടുമല്ലിയും പൂത്തു നിൽക്കുന്നത് കാണാൻ കേരളത്തിൻ്റെ തലസ്ഥാന നഗരം വരെ പോയാൽ മതിയാവും. തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടത്തിനടുത്ത് SV സുജിത് എന്ന കർഷകൻ തുമ്പയിലെ ചോരിമണലിൽ തീർത്ത പൂപ്പാടം കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച തന്നെയാണ്. ധാരാളം സഞ്ചാരികളാണ് കൗതുകത്തോടെ ദിവസവും ഈ പൂപ്പാടം കാണാനെത്തുന്നത്. പൂക്കൃഷിക്ക് പുറമെ പച്ചക്കറി കൃഷിയും ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം സെൻറ് സേവിയേഴ്സ് കോളേജിൻ്റെ പാട്ടത്തിനെടുത്ത 20 ഏക്കറിലാണ് കൃഷി. 2022 മികച്ച പച്ചക്കറി കർഷകനുള്ള സംസ്ഥാന പുരസ്കാര ജേതാവാണ് സുജിത്. വിഷമില്ലാത്ത പച്ചക്കറികൾ ആളുകളിൽ എത്തണമെന്ന ചിന്തയോടെ ചെറിയ രീതിയിൽ കോൺട്രാക്ട് ഫാർമിംഗ് ചെയ്തു. പരാജയങ്ങളും കളിയാക്കലുകളും ഊർജ്ജമാക്കി സ്ഥിരം തൊഴിലാളികളെ വെച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചും മെഷീനുകൾ ഉപയോഗിച്ചും 3 ഏക്കറിൽ കൃഷി തുടങ്ങി. മീൻ, മുട്ട, പാൽ എന്നിവയും ഹോം ഡെലിവറി ഉൾപ്പെടെ ചെയ്തിരുന്നു. തക്കാളി, പച്ചമുളക്, വെണ്ടയ്ക്ക തുടങ്ങി 15ഓളം പച്ചക്കറി ഇനങ്ങൾ കൃഷി ചെയ്യുന്നു. ഇന്ന് ആ സംരംഭം 15 അംഗങ്ങളുള്ള നാടൻ അഗ്രോ ഫാം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. ഇവിടെ സൂര്യകാന്തി പൂക്കൾ നിറഞ്ഞതോടെ ആരവം 2025 എന്ന പേരിൽ സൂര്യകാന്തി ഫെസ്റ്റും ആരംഭിച്ചു. ഓഗസ്റ്റ് 26 തുടങ്ങിയത് സെപ്റ്റംബർ 15 വരെയാണ്. 30,000-ഓളം സൂര്യകാന്തിയും 25,000-ഓളം ഓറഞ്ചും മഞ്ഞയും ചെണ്ടുമല്ലിയുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഫ്രഞ്ച്, ആഫ്രിക്കൻ എന്നീ 2 വിഭാഗം മേരിഗോൾഡ് ഇവിടെ കാണാം. എൻട്രി ഫീസ് മുതിർന്നവർക്ക് 40 രൂപയും കുട്ടികൾക്ക് 20 രൂപയുമാണ്. രാവിലെ 6 മുതൽ രാത്രി 6 മണി വരെയാണ് സന്ദർശന സമയം. ഇവിടെ തന്നെ വികസിപ്പിച്ച പച്ചക്കറികളും വിത്തുകളും മേളയുടെ സ്റ്റാളുകളിൽ ലഭ്യമാണ്. കൃത്യതാ കൃഷി രീതിയിലാണ് തൈകൾ നട്ടത്. ആന്ധ്ര, ബംഗളൂരു, തെങ്കാശി എന്നിവിടങ്ങളിൽ നിന്നാണ് വിത്തുകൾ എത്തിച്ചത്. ഇടവേളകളിൽ മുടങ്ങാതെ കൃഷിയിടം നനച്ചു, വളമിട്ടു. മാറ്റങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. വെള്ളയാണി കാർഷിക കോളേജിലെ ഫ്ലോറികൾച്ചർ വിഭാഗത്തിലെ ശാസ്ത്രജ്ഞരുടെ സഹായത്താൽ കീടനിയന്ത്രണ സംവിധാനം ഏർപ്പെടുത്തി. 55-ാം ദിവസം സൂര്യകാന്തികൾ പൂവിട്ടു. പുതുതലമുറയ്ക്ക് കൃഷിരീതികൾ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സെൻറ് സേവിയേഴ്സ് കോളേജിലെ കുട്ടികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകളും സുജിത് നടത്തുന്നുണ്ട്. കൃഷിയിൽ നിന്നും അകന്നു പോകുന്ന ജനതയെ അതിൻ്റെ ന്യൂനത സാധ്യതകൾ പഠിപ്പിക്കാനും വിഷമില്ലാത്ത പച്ചക്കറികൾ വിപണികളിൽ എത്തിക്കാനും ഇത്തരം പരിപാടികൾ ഏറെ ഗുണകരം ചെയ്യും. വൈറ്റ് കോളർ ജോലി വിട്ട് പ്രകൃതിയിലേക്ക് ഇറങ്ങിയുള്ള കൃഷി തനിക്ക് ഏറെ സംതൃപ്തി നൽകിയെന്നും അദ്ദേഹം പറയുന്നു. നമ്മുടെ നാട്ടിൽ കാർഷിക മേഖലയിലെ സാധ്യതകൾ കൂടിയാണ് ഇത്തരം സംരംഭകർ തുറന്നു കാട്ടുന്നത്. കാർഷിക മേഖല അന്യം നിന്ന് പോവാതിരിക്കാനും പുതുതലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കാനും ഇത്തരം ഉദ്യമങ്ങൾ പ്രോത്സാഹിപ്പിക്കണം.